Dear students, welcome back to Business Studies class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാങ്കിങ് എന്താണ് എന്ന് പഠിച്ചു. ബാങ്കിങ്ങിൻ്റെ മീനിങ് പഠിച്ചു. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സും പഠിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ട് ആ പാഠം ഒന്നുകൂടി പഠിക്കുക, നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കുക. ആ ടേം ഒന്ന് എന്താണ്, പ്രത്യേകിച്ച് ബാങ്കിങ് എന്താണ് എന്ന് മീനിങ് ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇപ്പോൾ നമുക്ക് കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ നിങ്ങൾ എല്ലാ പ്രിക്കോഷൻസും എടുക്കുക. കഴിവതും വീട്ടിൽ നിന്ന് ആവശ്യമില്ലാതെ പുറത്തേക്ക് പോകാതിരിക്കുക. കൂട്ടുകൂടിയുള്ള കളികളൊക്കെ തൽക്കാലം നിങ്ങൾ ഒഴിവാക്കുക. ഈ ഒരു മാസം, അടുത്ത മെയ് മാസവും കൂടി നിങ്ങൾ കളികൾ ഒഴിവാക്കുക. കാരണം കോവിഡ് വളരെ റാപ്പിഡായിട്ട് സ്പ്രെഡ് ചെയ്യാണ്, നിങ്ങൾക്കറിയാം. ഇനി പുറത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരികയാണെങ്കിൽ മാസ്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ മറക്കരുത്. തിരിച്ച് വീട്ടിൽ കയറിയാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഡ്രസ്സ് മാറി സോപ്പിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ അലക്കി മാത്രമേ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. അപ്പോൾ കൊറോണ എന്ന മഹാമാരി തടയാനുള്ള എല്ലാ പ്രിക്കോഷൻസും നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ആയിട്ട് ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസാണ് നമ്മൾ പഠിക്കുന്നത്. ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ബാങ്കിന് ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ട രണ്ട് ഫങ്ഷൻസാണ് ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ഓഫ് ഫണ്ട്സ്. ബാങ്ക്സ് ഒരേ സമയം ബോറോവറുമാണ്, ലെൻഡറുമാണ്. ബാങ്ക് ഒരേ സമയം കടം വാങ്ങുകയും ചെയ്യും, കടം കൊടുക്കുകയും ചെയ്യും. ഇത് കടം വാങ്ങുന്നവരും കടം കൊടുക്കുന്നയാളുമാണ് ബാങ്ക്. രണ്ടും ഫങ്ഷനും പെർഫോം ചെയ്യും. അപ്പോൾ അതാണ് അടിസ്ഥാനപരമായ അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയും. ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ്, രണ്ടാമത്തത് ലെൻഡിങ് ഓഫ് ഫണ്ട്സ്. ബാങ്ക്സ് ആക്സെപ്റ്റ് ഡിപ്പോസിറ്റ്സ് ത്രൂ സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ആൻഡ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. ഇപ്പോൾ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് 5 ഫങ്ഷൻസ് ആയിട്ട് തിരിക്കാം. ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ്, ലെൻഡിങ് ഓഫ് ഫണ്ട്സ്, ചെക്ക് ഫെസിലിറ്റി, റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ് ആൻഡ് ആലീഡ് സർവീസസ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫങ്ഷൻ ആണെന്ന് പറഞ്ഞത് ആക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ്സ്. ബാങ്ക് ആക്സെപ്റ്റ്സ് ഡിപ്പോസിറ്റ്സ് ഫ്രം ദി പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് ഡിപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യും. വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പോസിറ്റ്സ് ഉണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽസ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട്. ആളുകളുടെ സ്മോൾ സേവിങ്സിനെ എൻകറേജ് ചെയ്യുന്നതിനാണ് ഈ സേവിങ്സ് അക്കൗണ്ടിൻ്റെ മുഖ്യ ലക്ഷ്യം. അതാണ് എൻകറേജ് സേവിങ്സ്. ഇപ്പോൾ നമ്മുടെ കൊറോണയൊക്കെ റാപ്പിഡ് സ്പ്രെഡായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആധുനിക സൗകര്യങ്ങളൊക്കെ, നമുക്ക് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ, മൊബൈൽ ഫോണുകളൊക്കെ സുലഭമായി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇലക്ട്രോണിക് ബാങ്കിങ് ട്രാൻസാക്ഷന് വേണ്ടിയും ഈ സേവിങ്സ് അക്കൗണ്ട് ആവശ്യമാണ്. രണ്ടാമത് കറണ്ട് അക്കൗണ്ടാണ്. ബിസിനസ് എൻ്റർപ്രൈസസ് അവരുടെ ബിസിനസ് ട്രാൻസാക്ഷൻസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. മൂന്നാമത്തത് ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. ഈ 3 ഡിപ്പോസിറ്റ് അക്കൗണ്ടുകൾ വഴിയാണ് ബാങ്ക് ഡിപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. certain rate of interest will be allowed. അത് നമുക്ക് സേവിങ്സ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കിട്ടും. ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നമുക്ക് ഒരു ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലഭ്യമാണ്. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ് നോർമലി ഡു നോട്ട് ഗെറ്റ് എനി ഇൻട്രസ്റ്റ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, ആക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ്സ്. രണ്ടാമത്തെ ഫങ്ഷൻസ് ലെൻഡിങ് ഓഫ് ഫണ്ട്സ്. ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, ആവശ്യക്കാർക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് മേജർ ഫങ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ടു പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഔട്ട് ഓഫ് ദി മണി റിസീവ്ഡ് ത്രൂ ഡിപ്പോസിറ്റ്സ്. ഈ ഡിപ്പോസിറ്റായിട്ട് കിട്ടിയ എമൗണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ലോൺസ് ആയിട്ട് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ഫങ്ഷൻ. വ്യത്യസ്ത തരത്തിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യും. ഒന്നാമത്തേത് ഓവർ ഡ്രാഫ്റ്റ്. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ്
ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ളത്. ദിസ് ഈസ് എ credit facility allowed by bank. Bank allows to withdraw more than the balance left in the current account. കറണ്ട് അക്കൗണ്ടിലുള്ള ബാലൻസിനേക്കാൾ അധികം എമൗണ്ട് ബിസിനസ് കൺസേൺസിനെ പിൻവലിക്കാൻ അനുവദിക്കുന്നതാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ക്യാഷ് ക്രെഡിറ്റ്സ്. 3 ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. 4 ടേം ലോൺസ്. 5 കൺസ്യൂമർ ക്രെഡിറ്റ്സ് ആൻഡ് അതർ മിസ്ലേനിയസ് അഡ്വാൻസസ്. These are the different types of loans and advances provided by banks to the customers. Bank will charge interest on these loans. ഈ ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് RBI ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ ഡിപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവർ ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ 2 ഇൻട്രസ്റ്റുകൾ അവിടെ ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റും ഇവിടെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബാങ്ക് വാങ്ങുന്ന ഒരു ഇൻട്രസ്റ്റുമുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് ഒരു ബാങ്കിൻ്റെ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒരു റവന്യൂ ആണ്, കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഒരു എക്സ്പെൻസാണ്. തമ്മിലുള്ള ഡിഫറൻസാണ് ബാങ്കിൻ്റെ ഒരു റവന്യൂ. ഓക്കെ, സോ ആദ്യത്തെ ഈ 2 ഫങ്ഷൻസ് ബാങ്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ആക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ്സ്, രണ്ടാമത്തത് ലെൻഡിങ് ഓഫ് ഫണ്ട്സ്. ഇഫ് എനി വൺ ഓഫ് ദീസ് ഫങ്ഷൻസ് ഈസ് നോട്ട് പെർഫോംഡ് ബൈ എ ബാങ്ക്, ദാറ്റ് വിൽ നോട്ട് ബി കോൾഡ് എ ബാങ്ക്. ഫോർ എക്സാമ്പിൾ, എല്ലാ ബാങ്കുകൾക്കും ലെൻഡിങ് ഓഫ് ഫണ്ട്സ് എന്ന ഫങ്ഷൻ കാണും. പക്ഷേ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് എന്ന ഫങ്ഷൻ കാണില്ല. അവർ ഡിപ്പോസിറ്റ് വാങ്ങില്ല, ലെൻഡ് ചെയ്യും. അപ്പോൾ അത്തരമൊരു സ്ഥാപനമാണെങ്കിൽ അതിനെ നമ്മൾ ബാങ്ക് എന്ന് പറയില്ല. ഓക്കെ, അതിന് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് ആണ്, NBFC എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഒരു ബാങ്ക് എന്ന ഒരു സ്ഥാപനത്തെ വിളിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായി 2 ഫങ്ഷൻസ് എസെൻഷ്യലാണ്. ആക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ഓഫ് ഫണ്ട്സ്. ദെൻ തേർഡ് ഫങ്ഷൻ ഈസ് ചെക്ക് ഫെസിലിറ്റി. ചെക്ക് ബുക്ക് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ ഒരാൾ എഴുതുന്നത് കാണുന്നുണ്ട്. ഒരു ചെക്ക് ബുക്കാണത്. 10 ലീഫ് അല്ലെങ്കിൽ 15 ലീഫ്, 25 ലീഫ്, 50 ലീഫൊക്കെയുള്ള ഒരു ചെക്ക് ബുക്കാണ്. അതിലൊരു ലീഫാണ് ചെക്ക് എന്ന് പറയുന്നത്. ഈ ചെക്ക് ഉപയോഗിക്കുന്നത് പല പർപ്പസിന് ചെക്ക് ഉപയോഗിക്കും. ഒന്ന്, നമ്മുടെ ഡിപ്പോസിറ്റ്സ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സും സേവിങ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സും ചെക്ക് ഉപയോഗിക്കും. ചെക്ക് ഉപയോഗിച്ച് നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാം. ATMൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ടിന് ലിമിറ്റുണ്ട്. ചെക്ക് ഉപയോഗിച്ച് നമുക്ക് ഒരു ഉയർന്ന എമൗണ്ട്, ഹയർ എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് ചെക്ക് ഉപയോഗിക്കാം. രണ്ടാമത്, നമുക്ക് മറ്റൊരാൾക്ക് പണം കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കൈകാര്യം ചെയ്യുന്നത് റിസ്ക്കാണ്. അപ്പോൾ വളരെ കുറഞ്ഞ നമുക്ക് ക്യാഷ് കൈകാര്യം ചെയ്യേണ്ടത്, നമുക്ക് ക്യാഷൊക്കെ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും വന്ന് നഷ്ടപ്പെടാനും മോഷ്ടിക്കപ്പെടാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് കയ്യിലൊരു ചെക്ക് ഉണ്ടെങ്കിൽ ചെക്ക് എഴുതി കൊടുത്താൽ മതി. ഒരു കൺവീനിയൻറ്റ് മെത്തേഡ് ആണ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്. ഈ ചെക്ക് ഉപയോഗിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ കൺവീനിയൻറ്റ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഈ ചെക്ക് നമുക്ക് ഒരു ബാങ്കിൽ ഡ്രോ ചെയ്യുന്ന ചെക്ക്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ കാനറ ബാങ്കിൻ്റെ ചെക്കുണ്ട്. കാനറ ബാങ്കിൻ്റെ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലെ ചെക്കാണ്. ഓക്കെ, ഈ കാനറ ബാങ്കിലെ ചെക്ക് നമ്മൾക്ക് കസ്റ്റമർക്ക് ചിലപ്പോൾ കാനറ ബാങ്കിലായിരിക്കില്ല അക്കൗണ്ട്. നമ്മൾ ചെക്ക് കൊടുക്കുന്നയാൾക്ക് കാനറ ബാങ്കിലായിരിക്കില്ല അക്കൗണ്ട്. അയാൾക്ക് മറ്റൊരു ബാങ്കിലായിരിക്കും, SBIയിലോ അല്ലെങ്കിൽ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലോ ഒക്കെ ആയിരിക്കും അക്കൗണ്ട് ഉള്ളത്. ഈ ചെക്ക് കളക്ഷൻ ഫെസിലിറ്റിയാണ് ഈ മറ്റു ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചുകളിൽ ഡ്രോ ചെയ്തിരിക്കുന്ന ചെക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഫങ്ഷൻ. ഓക്കെ, ബാങ്ക്സ് ഹെൽപ്പ് ഇൻ കളക്ടിങ് ദ ചെക്സ് ഓഫ് കസ്റ്റമേഴ്സ് ഡ്രോൺ ഓൺ അതർ ബാങ്ക്സ്. മറ്റ് ബാങ്കുകളിൽ ഡ്രോ ചെയ്തിരിക്കുന്ന ചെക്ക് കളക്ട് ചെയ്യാൻ ബാങ്ക് സഹായിക്കും. 2 തരത്തിലുള്ള ചെക്കുകളുണ്ട്. ഒന്ന് ബെയറർ ചെക്സ്. ബെയറർ ചെക്സ് ക്യാൻ ബി എൻകാഷ്ഡ് അറ്റ് ബാങ്ക് കൗണ്ടേഴ്സ്. ബെയറർ ചെക്ക് ആണെങ്കിൽ അത് ബാങ്കിൻ്റെ കൗണ്ടറിൽ തന്നെ
ചെക്ക് കൊടുത്ത് ക്യാഷ് വാങ്ങാം. രണ്ടാമതൊരു ചെക്കുണ്ട്, ക്രോസ്ഡ് ചെക്ക്. ക്രോസ്ഡ് ചെക്ക് നിങ്ങൾ അക്കൗണ്ടൻസിയിൽ വിശദമായിട്ട് ഈ ചെക്കൊക്കെ പഠിക്കും. അപ്പോൾ അതിൽ ക്രോസ്ഡ് ചെക്ക് എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നതെന്നൊക്കെ അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ ഉണ്ട്, പഠിക്കും. ഇപ്പോൾ ക്രോസ്ഡ് ചെക്കാണെങ്കിൽ, പ്രത്യേകിച്ച് അക്കൗണ്ട് പേ ആയിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ക്രോസ്ഡ് ചെക്ക് ക്യാൻ ബി ഡിപ്പോസിറ്റഡ് ഇൻ ദി പേയ്സ് അക്കൗണ്ട്. ആ പെർട്ടിക്കുലർ ആർക്കാണോ ചെക്ക് കിട്ടിയ ആൾ അയാളുടെ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനേ പറ്റൂ. അത് ബാങ്ക് കൗണ്ടറിൽ നിന്ന് ക്യാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലേതായിരിക്കും നമുക്ക് കൂടുതൽ സെക്യൂർ ആയതായിരിക്കും, ഏറ്റവും സെക്യൂരിറ്റി ഉള്ളത്? ബെയറർ ചെക്കിനേക്കാൾ സെക്യൂർഡ് ആണ് ക്രോസ്ഡ് ചെക്ക്. കാരണം അത് ആ ഇൻറ്റൻറ്റഡ് പാർട്ടി ആർക്കാണോ ക്യാഷ് കൊടുക്കാനുള്ളത് അവരുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ അത് ക്രെഡിറ്റ് ചെയ്യൂ, അല്ലാതെ ബാങ്ക് കൗണ്ടറിൽ നിന്ന് അത് എൻക്യാഷ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഫംഗ്ഷനാണ് കളക്ടിങ് ചെക്സ് ഓഫ് കസ്റ്റമേഴ്സ് ഡ്രോൺ ഓൺ അതർ ബാങ്ക്സ്. ഓക്കെ, കളക്ടിങ് ചെക്സ് ഓഫ് കസ്റ്റമേഴ്സ് ഡ്രോൺ ഓൺ അതർ ബാങ്ക്സ്. Then next, remittance of funds. Remittance of funds. Banks help in transferring funds from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ബാങ്കുകൾ സഹായിക്കും. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഈവൻ ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ബാങ്കുകൾ സഹായിക്കും. ദ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഈസ് മെയ്ഡ് യൂസിങ് ബാങ്ക് ഡ്രാഫ്റ്റ്. അതിനുപയോഗിക്കുന്നത് ഒന്ന് ബാങ്ക് ഡ്രാഫ്റ്റ്, രണ്ട് പേ ഓർഡേഴ്സ് ഓർ മെയിൽ ട്രാൻസ്ഫേഴ്സ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് ഫണ്ട്സ്. ഇങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ നോമിനലായ കമ്മീഷൻ ചാർജ് മാത്രമേ ബാങ്ക് ഈടാക്കുകയുള്ളൂ. ഓക്കെ, സോ ബാങ്ക്സ് ഹെൽപ്പ് ഇൻ ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ഫ്രം one place to another. Okay, this is another function performed by a commercial bank. Next, allied services, മറ്റ് സേവനങ്ങൾ. Banks provide some other services such as bill payments. കസ്റ്റമറുടെ റെഗുലറായിട്ട് പേ ചെയ്യേണ്ട ബില്ലുകളൊക്കെ പേ ചെയ്യാൻ നമുക്ക് ബാങ്ക് സഹായിക്കും. ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, വാല്യൂബിളായ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെൻറ്റ്സ്, വിലപിടിപ്പുള്ള ഓർണമെൻറ്റ്സ്, ഇതൊക്കെ സൂക്ഷിക്കാൻ ലോക്കർ ഫെസിലിറ്റി ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. അണ്ടർ റൈറ്റിംഗ് സർവീസസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, കസ്റ്റമറുടെ നിർദ്ദേശമനുസരിച്ച് ഷെയറുകൾ വാങ്ങുക, ഡിബഞ്ചറുകൾ വാങ്ങുക, ഇതൊക്കെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സർവീസസ് ആണ്. അതുപോലെ തന്നെ ദേ ഓൾസോ പെർഫോം സം പേഴ്സണൽ സർവീസസ് like payment of insurance premium, collection of dividends, etc. അതായത് റെഗുലറായിട്ട് പേ ചെയ്യേണ്ട ചില ഇൻഷുറൻസ് പ്രീമിയംസ് അടയ്ക്കുക, ഡിവിഡൻഡ് കളക്ട് ചെയ്യുക. ഓക്കെ, ഇനി റെൻറ്റ് പേ ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഒരു ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ അത്തരം പേയ്മെൻറ്റ്സ് ഒക്കെ കസ്റ്റമർക്ക് വേണ്ടി ബാങ്ക് പേ ചെയ്യും. ഓക്കെ, ദീസ് ആർ ദി ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നെക്സ്റ്റ്, ഇൻ ദ റീസെൻറ്റ് ടൈംസ് നമ്മൾ കേൾക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഇ ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ്. ഇ ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താറുണ്ട്. പേടിഎം, ഗൂഗിൾ പേ ഒക്കെ പോലുള്ള ആമസോൺ പേ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം മൊബൈൽ ആപ്പുകളുണ്ട് ഇ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചില ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഓരോ ബാങ്കുകൾക്കും മൊബൈൽ ആപ്പുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. മൊബൈൽ ആപ്പ് വഴിയാണെങ്കിലും നമ്മൾ കമ്പ്യൂട്ടർ വഴിയാണെങ്കിലും ബാങ്കിൻ്റെ വെബ്സൈറ്റിലാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറി ബാങ്ക് അനുവദിക്കുന്ന ചില ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്താറുണ്ട്. അപ്പം ഇങ്ങനെ ബാങ്ക് അനുവദിക്കുന്ന ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇ ബാങ്കിങ് ഈസ് എ സർവീസ് പ്രൊവൈഡഡ് ബൈ മെനി ബാങ്ക്സ് ദാറ്റ് അലൗസ് എ കസ്റ്റമർ ടു കണ്ടക്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്
such as managing savings, checking accounts, applying for loans, or paying bills over the internet using a personal computer or mobile telephone. നമ്മൾ ഫോൺ റീചാർജ് ചെയ്യാൻ ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിക്കാം, ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാൻ ഉപയോഗിക്കും, KSFയിലെ ചിട്ടി അടയ്ക്കാൻ നമ്മൾ ഈ ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിക്കും. ഇതിനൊന്നും നമ്മൾ ബാങ്കിൽ പോകാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ബാങ്കിൻ്റെ അവരനുവദിക്കുന്ന പല ട്രാൻസാക്ഷൻസും നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇതിന് ഇത്തരത്തിലുള്ള ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇ ബാങ്കിങ് കൊണ്ട് ചില ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, ഇ ബാങ്കിങ് ഫെസിലിറ്റേറ്റ്സ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആൻഡ് പ്രൊമോട്ട്സ് ട്രാൻസ്പെറൻസി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇ ബാങ്കിങ് ഡിജിറ്റൽ പേയ്മെൻറ്റിന് സഹായകരമാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്, ഇലക്ട്രോണിക്കലായിട്ട് പേ ചെയ്യാം. ആൻഡ് പ്രൊമോട്ട്സ് ട്രാൻസ്പെറൻസി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഇലക്ട്രോണിക്കലായിട്ട് നമ്മൾ ബാങ്ക് വഴി പേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പാസ്ബുക്കിൽ അത് എൻട്രി വന്നു. അപ്പോൾ ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ദർ ഈസ് നത്തിങ് ടു ഹൈഡ്. ഇലക്ട്രോണിക്കലാണ് പേയ്മെൻ്റ് എങ്കിൽ അത് ടാക്സ് അതോറിറ്റീസിനാണെങ്കിലും ആ ബിസിനസ്സിൻ്റെ ഓണേഴ്സിനാണെങ്കിലും ആർക്കും അവിടെ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ബിക്കോസ് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇറ്റ് ഈസ് റെക്കോർഡഡ് ദർ. സെക്കൻഡ് benefit is e-banking provides 24 hours 365 days a year service to the customers. നമ്മൾ ബാങ്കിൽ പോയിട്ട് ചെയ്യേണ്ട ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം 10 മണിക്കേ ബാങ്ക് തുറക്കുകയുള്ളൂ. അതുപോലെ ഒരു 3-3:30-4 മണിയോടെ ബാങ്കിൻ്റെ പ്രവർത്തിക്കുന്ന സമയം കഴിഞ്ഞു. അതിനിടയ്ക്ക് നമ്മൾ പോയി ബാങ്കിൽ ക്യൂ നിന്ന് നമ്മുടെ സേവനങ്ങളൊക്കെ നടത്തണം. പക്ഷേ ഇലക്ട്രോണിക് ബാങ്കിങ് ആണെങ്കിലോ നമുക്ക് 24 മണിക്കൂറും അത് ഓപ്പണാണ്. അതുപോലെ 365 ദിവസവും അത് ഓപ്പണാണ്. അതിന് അവധിയൊന്നുമില്ല. ഓക്കെ, സോ ഇ ബാങ്കിങ് പ്രൊവൈഡ്സ് 24 hours 365 days a year service to the customers. Then third benefit, customers can make some of the permitted transactions from office, home or while traveling. കസ്റ്റമർക്ക് എവിടെ നിന്നൊക്കെ ഈ ട്രാൻസാക്ഷൻസിൽ ചെയ്യാം? ഓഫീസിലിരുന്നു കൊണ്ട് ചെയ്യാം, നമ്മൾ മറ്റൊരു ജോലി സ്ഥലത്താണെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യാം, വീട്ടിലാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താം. ഓക്കെ, ദിസ് ഈസ് അനദർ ബെനിഫിറ്റ്. ദെൻ ഫോർത്ത്, ഇറ്റ് ഇൻകൾക്കേറ്റ്സ് എ സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ബൈ റെക്കോർഡിംഗ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. നമ്മൾ ഇങ്ങനെ ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ച് നടത്തുന്ന ഈ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ വരവ് ചെലവ് കണക്ക് എഴുതി വയ്ക്കുക എന്നുള്ളത്. നിങ്ങൾക്കും അത് ചെയ്യാവുന്നതാണ്. ഒരു ചെറിയൊരു ഡയറിയോ ഒരു ചെറിയ നോട്ട്ബുക്കോ മതി. ഒരു ഡേറ്റ് എഴുതുക. നിങ്ങൾക്ക് ലഭിക്കുന്ന പണം നിങ്ങളുടെ അച്ഛൻ തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അമ്മ തരുന്നതായിരിക്കാം. എത്ര രൂപ തന്നു, നിങ്ങളന്ന് എത്ര രൂപ ചിലവാക്കി, ഇത് എഴുതി വയ്ക്കുക. അതൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്. ചെറുപ്പത്തിലേ ഇത് തുടങ്ങിയാൽ നിങ്ങൾക്ക് പ്രായമാകുമ്പോഴും ഒരു സാമ്പത്തികമായ അച്ചടക്കം, വരവിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കാനുള്ള ഒരച്ചടക്കവും അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായൊരു പുരോഗതിക്കും വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഇലക്ട്രോണിക് ബാങ്കിങ് സഹായിക്കും. കാരണം എന്താണ്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ലെങ്കിലും അത് ബാങ്ക് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നടത്തുന്ന എല്ലാ പേയ്മെൻറ്റുകളും ബാങ്ക് അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് പരിശോധിക്കാം. നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് കാണാം നമ്മൾ എന്തൊക്കെ ചിലവാക്കി, നമുക്ക് എത്ര ഇവിടെ നിന്നൊക്കെ പൈസ കിട്ടി, നമ്മൾ എത്ര രൂപ ചിലവാക്കി, അത് കൃത്യമായിട്ട് നമുക്ക് കണക്കവിടെ ഉണ്ടാവും. Okay, and last, it offers greater customer satisfaction. Then it also provides some benefits to the banks. ഒന്ന്, e-banking provides competitive advantage to the bank. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അക്കൗണ്ട് ബാങ്കിൽ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചാൽ ഇങ്ങനത്തെ മോഡേൺ ആധുനികമായ സേവന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബാങ്കിൽ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ബാങ്കിങ്ങോ ATM കാർഡോ ഇതൊന്നും ഇല്ലാത്ത ഒരു ബാങ്കാണെങ്കിൽ അവിടെ നോർമലി കസ്റ്റമർ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ തയ്യാറാകില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം സേവനങ്ങൾ ഇലക്ട്രോണിക്
ബാങ്കിങ്ങിൽ എത്ര മെച്ചപ്പെട്ട സേവനങ്ങൾ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യുന്നോ അത്രയും കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ആ ബാങ്കിന് കിട്ടും. രണ്ടാമത്തത്, ഇ ബാങ്കിങ് പ്രൊവൈഡ്സ് അൺലിമിറ്റഡ് നെറ്റ്വർക്ക് ടു ദി ബാങ്ക് ആൻഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദി നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ഓക്കെ, ബാങ്കിൻ്റെ നെറ്റ്വർക്ക് വളരെ വിപുലമാകുകയാണ്. ഓക്കെ, മോർ ദാൻ ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദി നമ്പർ ഓഫ് ബ്രാഞ്ചസ്. അതിൻ്റെ ബ്രാഞ്ചസിൻ്റെ എണ്ണത്തിൽ ഒതുങ്ങുന്നില്ല. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് എ വൈഡ് നെറ്റ്വർക്ക്. ആൻഡ് തേർഡ് വൺ, ലോഡ് ഓൺ ബ്രാഞ്ചസ് ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ്ഡ്. ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ വരുന്ന കസ്റ്റമറുടെ എണ്ണം, അവിടുത്തെ തിരക്ക് വളരെയധികം കുറയ്ക്കാൻ ഈ ഇലക്ട്രോണിക് ബാങ്കിങ്ങിലൂടെ കഴിയും. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ്. ഓക്കെ, വൈൽ യൂസിങ് ദീസ് ഇലക്ട്രോണിക് ബാങ്കിങ്സ്, ATM കാർഡുകൾ, ഇ ബാങ്കിങ് ഫെസിലിറ്റീസ്, നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. കാരണം ധാരാളം തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. ഓക്കെ, വളരെ വർഷങ്ങളായി ഞാൻ ഈ നെറ്റ് ബാങ്കിങ്ങും ATM ഉപയോഗിക്കുന്നതാണ്. ഇതുവരെ എനിക്ക് 5 പൈസ പോലും ഇതിന് പേരിൽ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ബാങ്ക് തരുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ചീറ്റ് ചെയ്യപ്പെടില്ല. അതായത് ബാങ്കിൽ നിന്ന് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒരു OTP വൺ ടൈം പാസ്വേഡാണ്. അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് പറയുന്നുണ്ട് ഈ OTP ഒരു കാരണവശാലും ആർക്കും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. സപ്പോസ് നിങ്ങളെ ബാങ്കിൽ നിന്നാണ് എന്ന് പറഞ്ഞൊരാൾ വിളിക്കുന്നു, നിങ്ങളോട് OTP ചോദിക്കുന്നു, അത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇനി റിസർവ് ബാങ്ക് ഗവർണർ വിളിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന OTP നിങ്ങൾ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ചില പ്രിക്കോഷൻസ്, ഒരു പ്രിക്കോഷൻ, പ്രധാനപ്പെട്ട ഒരു പ്രിക്കോഷൻ മാത്രമാണ്. നിങ്ങൾക്ക് മറ്റെല്ലാ ഇൻഫർമേഷനും നിങ്ങളുടെ ചോർന്നു അതിൻ്റെ ഹാക്കർക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു കള്ളന് കിട്ടി, കള്ളൻ അതെല്ലാം ഉപയോഗിച്ചു അവിടെ കയറി നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ അയാൾ എടുക്കാൻ തയ്യാറാകുന്നു. അത്രയും കഴിയുമ്പോൾ ആളാണ് നിങ്ങളുടെ ഫോണിലേക്ക് ചിലപ്പോൾ OTP, SBI ഒക്കെ ആണെങ്കിൽ അവിടെ അവസാനം അവർ നമ്മുടെ ഈ പാസ്വേഡ് എല്ലാം കൊടുത്ത് എമൗണ്ട് 20,000 രൂപ വിഡ്രോ ചെയ്യാനെല്ലാം കൊടുത്തു, അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ അവർ OTP നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു തരും. ഈ OTPയും കൂടി കൊടുത്താൽ മാത്രമേ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഏത് കള്ളനായാലും ശരി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ OTP കിട്ടാതെ എമൗണ്ട് പിൻവലിക്കാൻ കഴിയില്ല. അപ്പോൾ ഇലക്ട്രോണിക് ബാങ്കിങ് പഠിക്കുമ്പോൾ ഈ കാര്യം കൂടെ ഓർത്തിരിക്കുക. ഈ OTP ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ ആർക്കും വെളിപ്പെടുത്താൻ പാടില്ല. ഓക്കെ, സോ read the notes thoroughly. Thank you.